കുടുംബത്തിനെ സന്തോഷിപ്പിക്കുക, ഭാര്യയെ സന്തോഷിപ്പിക്കുക, ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. ഇതിൽ ഏറ്റവും നന്നാവേണ്ടത് ആണാണ്. ആണ് നന്നായാൽ ഏകദേശമൊക്കെ പെണ്ണെന്നോ. പെണ്ണിന് നിരാശ വരും ചിലപ്പോൾ. ആണിൻ്റെ ചെയ്തികൾ, മോശത്തരങ്ങൾ വളരെ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കുക ഓരോ കാര്യങ്ങൾ. ഓരോ ബാങ്കൊടുത്താലും നിസ്കാരത്തിനോട് എന്ന് പറയുന്ന ഈ കൊല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാങ്കിൻ്റെ പുതിയ ബാങ്ക് കൊടുത്ത നിസ്കാരത്തിനോ. പക്ഷെ എനിക്കാവശ്യമുള്ളത് ചെയ്തു തരില്ല. ഞാൻ ഹറാമിലേക്ക് പോകുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ വർഷം ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബാങ്ക് കൊടുത്ത നിസ്കാരത്തിന് പോയും എവിടെ ദീൻ കിടക്കണമെന്ന് നിനക്കറിയില്ല. ദീൻ ഇതെല്ലാം കൂടി കൂട്ടിയ കൂട്ടത്തിലാണ്. നിനക്ക് നിസ്കാരം വേണം, ഒരു പരിധി, നോമ്പ് വേണം, അതൊരു പരിധി. പക്ഷെ എൻ്റെ കുട്ടിയെ പരിഗണിച്ചില്ലെങ്കിൽ ആ കുട്ടിയെ വേറെ ആരെങ്കിലും പരിഗണിക്കും. അപ്പോൾ ആ കുട്ടിക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ടേക്കാനും പരിഗണിക്കുക. ആ കുട്ടി മയക്കുമരുന്ന് അടിമയായി. എന്തുകൊണ്ട് അടിമയായി? പറയാം, എന്തുകൊണ്ട് അടിമയായി? ഈ കുട്ടി മയക്കുമരുന്ന് അടിമയായി. എന്തുകൊണ്ട്? പരിഗണിക്കേണ്ട ആൾ പരിഗണിച്ചില്ല. പരിഗണിക്കേണ്ട ആൾ ഈ കുട്ടിയെ പരിഗണിച്ചില്ല. പരിഗണിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ സംഭവം പറഞ്ഞു. ഞാൻ വലിയ ആളെ പറയില്ല, പക്ഷെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു രീതി പറഞ്ഞുതരാം, ഞാൻ ചിന്തിക്കാൻ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോരേണ്ടതുണ്ട്. അപ്പോൾ കുട്ടിക്ക് പരീക്ഷ ഉണ്ട് സ്കൂളിൽ എങ്ങനെയാണെങ്കിലും 1 കിലോമീറ്ററിലേറെ നടക്കാണ്ട് സ്കൂളിലേക്ക്. അപ്പോൾ പിന്നെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പരീക്ഷൻ്റെ സമയത്ത് 1:30 മണിക്ക് പരീക്ഷയാണ്. ഉച്ചക്ക് 1:30 മണിക്ക് പരീക്ഷ. എനിക്കാകട്ടെ അന്ന് പല കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പോയി, ഞാൻ നേരം വൈകി. അങ്ങനെ ഞാൻ പോവുക. അപ്പോൾ പോകുമ്പോൾ കുട്ടീൻ്റെ പരീക്ഷ ഓട്ടോറിക്ഷക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷക്കാർക്ക് ഒരു 10 മിനിറ്റ് ഓടിയാലും മതിയാവും, എത്തും. അപ്പോൾ ഞാൻ പോയി. ഞാൻ ജാബിറും വണ്ടി എടുത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 5-8 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഏകദേശം 1:15 അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഓട്ടോറിക്ഷക്കാരനെ കുറച്ച് നേരം വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് 8 കിലോമീറ്റർ ഞങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ജാബിറിനോട് പറഞ്ഞു വണ്ടി തിരിച്ചുവിട്. 8 കിലോമീറ്റർ നട്ടുച്ച നേരത്ത് തിരിച്ചു പോയി വീട്ടിൽ പോയി കുട്ടിയെ എടുത്ത് പരീക്ഷ ഹാളിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് 1 മിനിറ്റ് തീരുക. എന്തുകൊണ്ട്? അത് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. ഞങ്ങൾ ഒരു മിഞ്ഞാത്തൊരു അനുഭവം പറയാം. എനിക്കത് സഹിക്കാനേ കഴിയില്ല. സഹിക്കാൻ തന്നെ കഴിയില്ല. കാരണം ആ കുട്ടിയുടെ പരീക്ഷ നഷ്ടപ്പെട്ടത് സഹിക്കാൻ കഴിയില്ല. കാരണം പരീക്ഷ നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് ആ വേദന വളർത്തിയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒന്നും അവിടെ ചെയ്തില്ല. പക്ഷെ ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്തു? പരിഗണിച്ചു. ഇത് മതിയാവും ആയുസ് മുഴുവനും. എൻ്റെ ഉപ്പാനെ എനിക്ക് മറക്കാൻ കഴിയില്ല എന്നാ കുട്ടിക്ക് തോന്നും. അവർക്കറിയാം 8 കിലോമീറ്റർ ദൂരം എന്നാ വരുന്നത്. ഈ 1.5 കിലോമീറ്റർ കുട്ടി വെയിലത്ത് നടന്ന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ടെൻഷൻ അടിച്ചാൽ പിന്നെ ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. അപ്പോൾ ഞാൻ 8 കിലോമീറ്റർ തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും 8 കിലോമീറ്റർ പോവുകയാണ്. ആയിക്കോട്ടെ, പ്രശ്നമില്ല. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പം ആരും ഇനി ആ കുട്ടിയെ റബ്ബ് സഹായിക്കട്ടെ, റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് അതിൻ്റെ ബാപ്പ തന്നെയാണ്. എങ്കിൽ വേറൊരാളെ ചതിപ്പെടൽ സാധ്യത കുറവാവും. നേരെ മറിച്ച് വേറൊരാൾ ചിരിക്കുമ്പോഴത്തേക്ക് കുട്ടി ചിരിച്ചു പോവും. എപ്പോൾ പറയും? എപ്പോൾ ചിരിക്കേണ്ട ആൾ ചിരിക്കാതെ വന്നാൽ നിനക്ക് എൻ്റെ ഭാര്യയുമായി നല്ല കണ്ടീഷനിലല്ല. ആ സമയത്ത് കുട്ടീനൊരു വികൃതി ചെയ്താൽ ഈ എവിടുന്ന് ഇറങ്ങുമ്പോൾ നേരത്തെ എന്താ പറയാ? ഇവളെ മകളല്ലേ, നന്നാവോ ഇത് പറഞ്ഞു പോകുന്നു. ഈ ജാതിൻ്റെ ഉള്ളിലൊരാളുണ്ടല്ലോ, ഓളെ മകളല്ലേ, നന്നാവില്ല. അപ്പൊ മറ്റോൾ അവിടെ നിന്നിട്ട് എൻ്റെതല്ല, നിങ്ങളതായിട്ടാണ് എൻ്റെതായത്. ഈ കുട്ടി ഇങ്ങനെ ഇത്തരം വാക്കുകൾ നമ്മളെ വീട്ടിൽ സർവ്വസാധാരണ ആണോ അല്ലേ?
പറ, ഈ വാക്കുകൾ നമ്മളെ വീട്ടിൽ സർവ്വസാധാരണയാണോ? അല്ലേ? അല്ലേ? ഈ കുട്ടി പിന്നെ എങ്ങനെ ഇവിടെ ഞങ്ങളൊരു ആരോഗ്യവത്തായ സമൂഹത്തെ സൃഷ്ടിക്കുക? ഇത് നമ്മളെ വീട്ടിൽ പറമക്കളല്ലേ? സത്യല്ലേ? അത് ചിലപ്പോൾ ഭാര്യക്ക് ദേഷ്യപ്പെടും. ഭാര്യ ദേഷ്യപ്പെട്ടാൽ ഭർത്താവ് കുട്ടിയോട് ദേഷ്യപ്പെടരുത്. എൻ്റെ വീട്ടിൽ ഭാര്യ ദേഷ്യപ്പെട്ടാൽ ഞാൻ കുട്ടിയോട് ദേഷ്യപ്പെടില്ല. അപ്പം പ്രശ്നമുണ്ടാവും. എന്താ പ്രശ്നം? നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായാലും കുട്ടികളൊപ്പം നിൽക്കുള്ളൂ. രണ്ടാളും ദേഷ്യപ്പെടാൻ പാടില്ല. രണ്ടാളും കൂടി ദേഷ്യപ്പെട്ടാൽ അവരെ മനസ്സ് ആ സെക്കൻഡ് ഡൗൺ ആവും. ചിലപ്പോൾ നമ്മൾ കുട്ടികൾ അങ്ങോട്ട് ദേഷ്യപ്പെടും. മിണ്ടാന്ന് കുട്ടികളങ്ങനെ ചീത്ത അറിയാം ഈ നേരം. അപ്പം നമ്മൾ ആരൊപ്പം നിന്നു? കുട്ടികളൊപ്പം നിന്നു. അതും വേണ്ടി വരും. എന്തുകൊണ്ട്? പുതിയ കാലാണ്. അവർ ഡൗൺ ആയാൽ അവരെ മയക്കുമരുന്നിന്റെ ആളുകൾ സ്വാധീനിക്കും, ബസ്സിലെ കണ്ടക്ടർ സ്വാധീനിക്കും. ആ നിറവിലാണ് ആ കുട്ടി വീട്ടിൽ സ്കൂളിൽ പോണത് എങ്കിൽ ആ കുട്ടിയെ നാശാക്കാൻ കഴിയൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ നമുക്ക് നന്നായിക്കൂടെ? നമുക്ക് നന്നായിക്കൂടെ? മക്കളെ, നമുക്ക് നന്നായിക്കൂടെ? നമ്മളെ കാഴ്ചപ്പാട് നന്നാക്കിയാൽ മതി. നമ്മളെ കാഴ്ചപ്പാട് നന്നാക്കിയാൽ മതി. മന്തി കഴിക്കൽ നല്ലതല്ല, ഓക്കെ, എന്നാലും ഇടയ്ക്ക് നമ്മളൊരു മന്തി വാങ്ങി കൊടുക്കും. പെപ്സി കുടിക്കുന്നത് നല്ലതല്ല, എന്നാലും 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു വലിയ ഫാമിലി പെപ്സി കുപ്പി കൊണ്ടു കൊടുക്കും. വലിയ പറ്റ നാശാകണമെങ്കിൽ വല്ലാതെ നാശാകല്ല. എന്തുകൊണ്ട്? നമ്മൾ പെപ്സിയെക്കുറിച്ച് കുറ്റം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് ഒഴിവാക്കുന്നത്. കുട്ടി കൽപ്പിതമായൊരു വിദ്വേഷം അതിനുള്ളത്. അതിൻ്റെ ബാപ്പ പറഞ്ഞ് ഉമ്മ പറഞ്ഞ് അവൻ്റെ കൂട്ടുകാരികളൊക്കെ പെപ്സി വാങ്ങി പീടിയിൽ നിന്ന് കുടിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഒരു കൽപ്പിതമായ മനസ്സാണ്. ബാപ്പ പറഞ്ഞുകൊണ്ട് ഉമ്മ പറഞ്ഞുകൊണ്ട്. അതേസമയത്ത് ഇടയ്ക്കൊരു പെപ്സിനും വേറെയോ പെപ്സിയോ വാങ്ങിക്കൊടുത്താൽ എന്താ? ഫാമിലി നമ്മൾ തന്നെ ഐസ്ക്രീം നല്ലതല്ല എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ഐസ്ക്രീമിൻ്റെ പാക്ക് നമ്മൾ തന്നെ കൊണ്ടുവരാം. അപ്പം നിങ്ങളല്ലേ ഇത് പറ്റൂല എന്ന് പറഞ്ഞതിന് പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചു. ഇപ്പം മുണങ്ങിക്കോ. ജീവിതം അങ്ങനെയാണ്. അപ്പം നിങ്ങളല്ലേ ഇപ്പം ഇതിനെതിരെ വയറ് പറഞ്ഞതിന്? വയറല്ലേ? എൻ്റെ ഭാര്യ എന്നോട് എത്രയോ പറയാറുണ്ട്, നിങ്ങൾ അന്ന് പറഞ്ഞ വയറിൽ ഇങ്ങനെയല്ലല്ലോ. അത് ലൈഫും വയറും രണ്ടാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. നിങ്ങൾ ചിന്തിക്കി. പട്ടിണി കിടക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്തഫ റസൂലുള്ളാഹി പാലുടിക്കാൻ കൊടുക്കുക. റസൂലുള്ളാഹിന്റെ കണക്കനുസരിച്ച് എന്ത്? ഒരു ഭാഗം ഭക്ഷണത്തിന്, ഒരു ഭാഗം വെള്ളത്തിന്, ഒരു ഭാഗം ശ്വാസത്തിന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാല് കൊടുത്തു റസൂലുള്ളാഹി. ഇഷ്റബ്. കുറേ ആളുകളുണ്ട് ഒൽക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ അബൂ ഹുറൈറ കുടിക്കാറ്. അബൂ ഹുറൈറ ഇതുവരെ പള്ളാൻ്റെ 1/3 ഭാഗം കുടിച്ച് നിർത്തി. ഇഷ്റബ്, കുടിക്കുന്നതാണ്. കുറച്ചും കുടിച്ച് ഇവിടേക്കായി. പിന്നെ പാൽപാത്രത്തിൽ നിന്ന് വായെടുത്തപ്പോൾ പറഞ്ഞു ഇഷ്റബ്, കുടിക്കുക. പിന്നെ ഇവിടെ പൂർത്തിയായി. പിന്നെ പറഞ്ഞു ഇഷ്റബ്, കുടിക്കുക. അപ്പം പറഞ്ഞു നബിയെ, എൻ്റെ മൂക്ക് ചീറ്റിയാൽ വരെ പാല് വരും, അതിന് മാത്രം നേർന്നു. അപ്പോൾ അവിടെ നിയമത്തിനെതിരെ ആര് ചെയ്തു? റസൂലിനെതിരെ. അതാണ് അവിടുത്തെ നിയമം. ചിലപ്പോൾ നിയമത്തിനെതിരെ ചെയ്യലാണ് നിയമം. എന്തുകൊണ്ട്? അവിടെ വേണ്ടത് പട്ടിണി കിടക്കുന്ന അബൂ ഹുറൈറയെ വയറ് നിറച്ചും നിറച്ചിൻ്റെ അപ്പുറം നിറച്ചിട്ടും സന്തോഷിപ്പിക്കലാണ്. ഇതിപ്പോൾ തിന്നൽ ഹറാമാണ്. പെരുന്നാളിനോ? പെരുന്നാളിന് നമ്മളും ബാപ്പയും അമ്മയും കുട്ടികളും ഒക്കെ കൂടി ഒരു ഭക്ഷണം കഴിച്ച് പിന്നെ അടുത്ത് മൂത്താപ്പാൻ്റെ പരി പോകണം. അവിടെ ഒരു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക. കഴിക്കണോ വേണ്ടേ? ഇവിടെ ഇരുന്ന എനിക്ക് വേണ്ടെന്ന് അവിടെ പറയാൻ പറ്റുമോ? അവിടെ ഇരിക്കണ്ടേ? അപ്പം മൂത്തമ്മ കുറച്ച് ചോറിട്ട്, കുറച്ച് മതി, കുറച്ച് നല്ല ചൂണ്ടാന്ന കൈ തട്ടിയിട്ട് അപ്പം അതും തിന്നു. പിന്നെ നമ്മൾ അമ്മായിക്കാക്കാൻ്റെ പേരിൽ അവിടെ ചെന്ന് അപ്പം നോക്കുമ്പം അവിടെ ചോറ് വളർത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തിന്നുമല്ലേ? അപ്പം ഇവിടെ കുരലിന് എത്ര ചോറായിട്ട് പിന്നെ നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ എന്നുള്ള കോലത്തിലാണ് നടക്കണം. അത് സ്നേഹത്തിൻ്റെ ഭാഗമല്ലേ? അത് ചെയ്യണ്ടേ? അവിടെ നിയമം എനിക്ക് അള്ളാഹ് റസൂൽ പറഞ്ഞ 1/3 ഭാഗം കഴിഞ്ഞു, ഇനി ഉണ്ടാവില്ല. ഓനക്കെല്ലാം സന്തോഷമുണ്ട്.
ഇപ്പം സുന്നത്ത് നോമ്പ് നമ്മൾ വിരുന്നുകാരന് വേണ്ടി മുറിക്കുമല്ലോ. എന്ത്, എൻ്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു, അപ്പം ഈ ഭക്ഷണം ഉണ്ടാക്കി, ഈ സുന്നത്ത് നോമ്പാടാന്നിട്ട് ഓരോ മുന്നിരിക്കാതിരുന്നാൽ ഓർക്ക് വിഷമാവുകയല്ലേ. അപ്പം അവിടെ നമ്മൾ എന്ത് ഒഴിവാക്കും? സുന്നത്തും ഒഴിവാക്കും. ആയിക്കോട്ടെ. അതേപോലെ തന്നെ ഒരു കല്യാണം. ഇപ്പം ഈ കൂട്ടത്തിൽ ഒരാളിനോട് ചോദിച്ചാൽ 90 ഇവിടെ ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന ആളുണ്ട്, 90 നോമ്പ് കൊല്ലം ഞാൻ നോക്കുന്നുണ്ട് ഉസ്താദേ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചില കല്യാണങ്ങളുണ്ട്, എന്താ ചെയ്യേണ്ടത്? കല്യാണത്തിന് പോവുക, ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണമാണ്, ചോറുന്ന. അത് പിന്നെ 90 കഴിഞ്ഞിട്ട് പരിഹരിച്ചാളാ. എന്നാലും ഓലെ സന്തോഷിപ്പിക്കാതിരിക്കരുത്. 90 നോമ്പ് വെച്ച് കല്യാണത്തിന് പോയാൽ ഓൾക്ക് എത്ര വിഷമം ഉണ്ടാവും? എൻ്റെ നോമ്പിനേക്കാൾ കൂലി ഉണ്ടാവും. എന്തിന്? എവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ അവരെ മനസ്സിലാവണില്ല. മനുഷ്യൻ സാമൂഹ്യ ജീവിയല്ലേ. അപ്പൊ കുടുംബത്തിനെ സന്തോഷിപ്പിക്കുക, ഭാര്യയെ സന്തോഷിപ്പിക്കുക, ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. ഇതിൽ ഏറ്റവും നന്നാവേണ്ടത് ആണാണ്. ആണ് നന്നായാൽ ഏകദേശമൊക്കെ പെണ്ണ് നന്നാവും. പെണ്ണിന് നിരാശ വരും ചിലപ്പോൾ. ആണിൻ്റെ ചെയ്തികൾ, മോശത്തരങ്ങൾ വളരെ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കും ഓരോ കാര്യങ്ങൾ. ഓരോ ബാങ്ക് കൊടുത്താലും നിസ്കാരത്തിനോട് എന്ന് പറയുന്ന ഈ കൊല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാങ്കിൻ്റെ പുതിയാപ്പിള ബാങ്ക് കൊടുത്ത നിസ്കാരത്തിന് പോകും, പക്ഷെ എനിക്കാവശ്യമുള്ളത് ചെയ്തു തരൂല. ഞാൻ ഹറാമിലേക്ക് പോകുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ വർഷം ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബാങ്ക് കൊടുത്ത നിസ്കാരത്തിന് പോയും എവിടെ ദീൻ കിടക്കണമെന്ന് നിനക്കറിയില്ല. ദീൻ ഇതെല്ലാം കൂടി കൂട്ടിയ കൂട്ടത്തിലാണ്. നിസ്കാരം വേണം, ഒരു പരിധി, നോമ്പ് വേണം, അതിനൊരു പരിധി, സദഖ വേണം, ഒരു പരിധി. ഞാൻ എൻ്റെ മുതൽ മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാണ് എന്ന് രോഗത്തിൽ കിടക്കുന്ന സ്വഹാബി പറഞ്ഞപ്പോൾ ഇല്ല, പറ്റൂല. അപ്പോൾ പറഞ്ഞു പിന്നെ ശ്രീമാലി എൻ്റെ മുതലിൻ്റെ പകുതി ഇല്ല, പറ്റൂല. ആരത് പറയുന്നത്? നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗവും അതിൻ്റെ അപ്പുറം കിട്ടും എന്ന് പറയുന്ന മനുഷ്യനാണ്. എൻ്റെ മുതൽ മുഴുവനും അള്ളാഹിന്റെ മാർഗത്തിൽ തരികയാണെന്ന് പറഞ്ഞപ്പോൾ വേണ്ട നബി. അവിടെ ഇപ്പം നമ്മളെ കാലത്താണെങ്കിൽ എന്താ വേണ്ടത്? നമ്മൾ സ്റ്റേജ് കെട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഓൻ്റെ മുതലെല്ലാം നമ്മളെ പള്ളിയേക്കോ മദ്രസയ്ക്കും സ്ഥാപനത്തേക്കും ദാറുൽ ഖുർആനിലേക്കോ തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജ് വെച്ചിട്ട് ഓനോട് ഒഴിച്ചു കൂട്ടി നാട്ടുകാരൊക്കെ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് ഇതുപോലെ ഇതാണ് നമ്മളെ ഇതാണ് നേതാവ്, ഇതാണ് കണ്ടുപിടിച്ചോളി, അങ്ങനെയല്ലേ നമ്മൾ പറയാം. അള്ളാഹു റസൂൽ വേണ്ട. അപ്പൊ പറഞ്ഞു ഇസ്മിമാലി വേണ്ടാറ്. പറഞ്ഞ് അവസാനം ബിസുൽസിമാലി യാ റസൂലല്ലാഹ്, എൻ്റെ 1/3 ഭാഗമെങ്കിലും മുതൽ ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ തന്നോട്ടെ. അപ്പോൾ പറഞ്ഞു ഇൻഷിഇത, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തു. 2 ഇവിടെ ഉണ്ട്, 1 എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോ, വേണമെന്നുണ്ടെങ്കിൽ. അതായത് എനിക്ക് ആവശ്യമില്ല എന്നർത്ഥം. എൻ്റെ 1 മുതൽ തരൽ എനിക്ക് ആവശ്യമില്ല, അള്ളാഹ്ക്കും ആവശ്യമില്ല. ഇനി ശീത എനിക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. അവസാനിപ്പിക്കാണെന്ന് ക്ലാസ് ഇല്ല, ഇന്ന് തന്നെ ക്ലാസ്. എനിക്ക് വേറൊരു മനസ്സ് വരൂല, ഞാൻ പറഞ്ഞാലാവില്ല. ഒറ്റ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷനാണ്. ഞാൻ വന്നപ്പോൾ തന്നെ പറയണം. ഇപ്പം ഞങ്ങളോട് പറയേണ്ടതാണ് ഞങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. നിങ്ങളോട് ബന്ധപ്പെട്ട ഒരാളെ മാറ്റി നിർത്തരുത്. അവരുമായി നമ്മൾക്ക് പല അഭിപ്രായക്കേടുണ്ടാകാം. നിങ്ങൾ മുജാഹിദാകാം, ആയിക്കോട്ടെ, നിനക്ക് അപ്ലിസ്മെൻറ്റിന് വരി. നിങ്ങൾ ജമാഅത്താകാം, നിങ്ങൾ ലീഗാകാം, നിങ്ങൾ കോൺഗ്രസ് ആകാം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകാം, നിങ്ങൾ ജനതാദളാകാം, നിങ്ങൾ CPI ആകാം, നിങ്ങൾ എന്താ പറയുക, വേറെ എന്തൊക്കെ എല്ലാ പാർട്ടിൻ്റെ പേരും എനിക്കറിയില്ല. ഇങ്ങനെ എന്താ നിങ്ങൾ ബന്ധക്കോസ്താകാം, സീറോ മലബാറാകാം, കാത്തലിക്കാകാം, സെൻറ് തോമസ് ക്രിസ്ത്യാനിയാകാം, ഈഴനാവാനാകാം, നായരാകാം, ബ്രാഹ്മണനാകാം. ഇത് നിങ്ങൾ വരണം. എന്തുകൊണ്ട്? വീട് എല്ലാവർക്കും ഒരുപോലെയാണ്. മനുഷ്യന് എന്തുകൊണ്ട് വർഗീയത വളരുന്നു എന്നുള്ള കാരണം എന്തുകൊണ്ടാണ്? നിറവില്ലാത്തതുകൊണ്ടാണ്. എനിക്കെൻ്റെ അയൽവീട്ടിലെ ദാസനെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് സന്തോഷമായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഓനെത്ര ചിരിച്ചാലും എനിക്ക് തിരിക്കാൻ തോന്നില്ല. കാരണം ഞാനിവിടെ ഇടങ്ങേറായിട്ട് ഇറങ്ങണേ മനുഷ്യന്മാർ പേരാന്തായി വരുമ്പോഴാണ് ഓൻ്റെ ഒരു എളി.
അതേസമയത്ത് ഞാൻ അങ്ങോട്ട് ചിരിച്ചപ്പോൾ ദാസൻ ചിരിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനോട് പറയും, ഈ ഓളോടൊന്ന് ചോദിച്ചു നോക്കാം, എൻ്റെ ഇപ്പോൾ ദാസൻ ഒന്ന് ചിരിക്കാതെ പോയത് എൻ്റെ പറ്റിയോ, അതോ നമ്മളെ നൊല്ലും പറ്റിയോ, എന്താ കാര്യം? കാരണം നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മളെ ദാസൻ, അവൻ്റെ ഭാര്യയും, അവരൊക്കെ നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. അവർക്ക് നമ്മളും അവരും ഒന്നാണ്. നമ്മളൊക്കെ ഒന്നല്ല എല്ലാവരും. എൻ്റെ അയൽ വീട്ടുകാരിയായ സുധ എന്ന സഹോദരി മത്സരിക്കാൻ വേണ്ടി അവർ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് ഓടി വന്നു. ഞാൻ ആ വാർഡിലുള്ള ആളല്ല, എനിക്കവിടെ വോട്ടുമില്ല, ഉസ്താദ് പ്രാർത്ഥിക്കണം. പിന്നെ അവർ ജയിച്ച് ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് അവരെ ജയിക്കാൻ ആ വാർഡിലുള്ള ആളുകളെയൊക്കെ കൂട്ടി ഈ സുധ വീണ്ടും ഇന്നലെ എൻ്റെ വീട്ടിൽ കയറി വന്നു. എന്തുകൊണ്ട്? അവർക്കറിയാം ഉസ്താദ് നമ്മളാളാണ്, അത് സത്യമാണ്, ഞാൻ ഒരാളാണ്, അവരിൻ്റെ ആളുമാണ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അവർ BJP ആയാലെന്ത്, അവർ കോൺഗ്രസ് ആയാലെന്ത്, കമ്മ്യൂണിസ്റ്റ് ലീഗ് ആയാലെന്ത്, അവരൊക്കെ നമ്മളല്ലേ, നമ്മൾ അവരും അല്ലേ. നമ്മൾ കുല്ലുക്കുമിൻ ആദമുമിൻ തുറാബ് അല്ലേ പറയും. ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയും നിറഞ്ഞ മനസ്സുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു വർഗീയതയാണ്. വർഗീയത വളരാനുള്ള കാരണം മനുഷ്യനിൽ നിറവ് കുറഞ്ഞതാണ്. നിറവുണ്ടെങ്കിൽ ഒരിക്കലും വിദ്വേഷം വരില്ല. ഞാൻ ഈ പറഞ്ഞ മറക്കരുതിട്ട, ഭയങ്കര അടിസ്ഥാന. നമ്മളെ നാട്ടിൽ ഇന്ന് വർഗീയത വളരാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? പരസ്പരമുള്ള വീടകങ്ങളിൽ എന്തില്ല? സന്തോഷമില്ല. വീട്ടിൽ സന്തോഷം ഉണ്ടെങ്കിൽ വർഗീയത എഴുതി വിടാൻ തോന്നൂല, കാരണം അതിന് നേരം ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് മുഴുവനും ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഓളോ വാട്ടിലും നമ്മളെ വാട്ടിലുമാണ്. പിന്നെ ഓൾക്ക് വേണ്ടത് ഓളോ എഴുതി വിടും, നമുക്ക് വേണ്ടത് നമ്മളും എഴുതി വിടും. സത്യത്തിൽ രണ്ടാളും ഒരു വീട്ടിൽ കിടന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യും. നിങ്ങൾ കള്ളമുക്കാണ്, നിങ്ങൾ ചാറ്റ് ചെയ്യും. എന്നെപ്പോലത്തെ ഒരു അമുക്കിനെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ അമുക്കായത്. മനസ്സിലായില്ല? ഒരു മുറിയിൽ ഒരു വീട്ടിൽ രണ്ടാൾ കിടന്ന് അങ്ങോട്ടും കൂടി ചാറ്റ് ചെയ്യും വാട്സപ്പിൽ. ഇവിടെ അങ്ങോട്ട് എഴുതിവിടും, അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിവിടും. എന്തല്ലേ ഉണ്ടല്ലേ, എത്രയോ ഉണ്ട്. നേരെ മറിച്ച് ഇവർ തമ്മിൽ സന്തോഷമാണെങ്കിൽ മൊബൈൽ എടുക്കാൻ തോന്നൂല. ഒരാളെടുത്താൽ ഇതൊക്കെ ഉടച്ചാ കുറച്ചു നേരം. എന്തേ അങ്ങനെയല്ലേ? നമ്മളെ മനസ്സിൽ വർഗീയത വളരാനുള്ള കാരണം എന്താണ്? മയക്കുമരുന്ന് അധികരിക്കാനുള്ള കാരണം, വർഗീയത വളരാനുള്ള കാരണമൊക്കെ വീടകങ്ങളിൽ സന്തോഷം നഷ്ടപ്പെട്ടത് മാത്രം. അത് മാത്രം. വേറൊന്നുമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് കാളി, കറുത്ത എന്ന രണ്ടാളുകൾ എൻ്റെ അയൽപക്കത്തുണ്ടായിരുന്നു. പെണ്ണിൻ്റെ പേര് കാളി, ആണിൻ്റെ പേര് കറുത്ത. അപ്പോൾ അവർ ഒപ്പല്ലാതെ നടക്കൂല. അക്കാലത്ത് ഒരു ചെല്ലന്നുണ്ട്, ഭാര്യയും ഭർത്താവും കൂടി നടന്നു പോകുന്നത് കണ്ടാൽ ആരും പറയും, ആ കാളിയും കറുത്തിയും പോകുന്നത് പോലെ പോകുന്നതാണ്, അങ്ങനെ പറയാം. കാരണം അത്രയും വലിയ സ്നേഹബന്ധമാണ്. ബാബ കറുത്തേന്നാ പറയാം. ഞാൻ ഒരിക്കൽ കറുത്തേന്ന് പറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒരു വടി മുറിയുന്ന വരെ അടി കിട്ടി ബാപ്പൻ്റെ അടുത്ത്. പിന്നെ കറുത്തനെ കറുത്തക്കാക്കാന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. ഏട്ടാന്നൊന്നും പറയാം അന്നറിയില്ല, ഏട്ടാന്നൊന്നും അന്നറിയില്ല. ഞാൻ ബാപ്പ എന്തൊരു കാര്യം കറുത്തനോട് പറയാൻ പറഞ്ഞിട്ട് കറുത്ത പിന്നെ നമ്മളെ തൊടുവിൽ എന്തോ പണിയെടുക്കുക. അപ്പോൾ കറുത്തേന്ന് വിളിച്ചാണ് ഞാനത് പറഞ്ഞപ്പോൾ അത് ബാപ്പ അകത്തുനിന്ന് കേട്ടു. അടി നന്നാ പൊതിരി അടി. കറുത്ത മദ്യം പറഞ്ഞേ വാപ്പ കേട്ടില്ല. വയസ്സായ മനുഷ്യനല്ലടാ. ഞാൻ കറുത്തേന്ന് വിളിച്ചെങ്കിൽ ഇജി എന്തിനാ പറയും? ആ കറുത്തേന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വടി മുറിനടിച്ചു. എനിക്കറിയൂല, എനിക്ക് കറുത്ത കാക്കാന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല. ഏട്ടാന്നൊന്നും പറയാൻ അന്നറിയില്ല, പിന്നല്ലേ ഇത് ഏട്ടാന്നൊക്കെ പഠിക്കണം. ഒരു സ്നേഹബന്ധം. ഇന്നത്തെ തലമുറയിൽ പരസ്പരം ശത്രുക്കളാണ്. അപ്പൊ കറുത്തേന്ന് സ്വന്തം മകൻ വിളിച്ചതിന്റെ പേരിൽ എൻ്റെ ബാപ്പ ഒരു വടി മുറിനരെ എന്നടിച്ചിട്ടുണ്ട്. ബാപ്പ കറുത്തി മാപ്പി ഒരു പ്രായക്കാരാണ്. അപ്പൊ കറുത്തേന്ന് വാപ്പ വിളിക്കുക, പിന്നെ അതാണ് സ്നേഹബന്ധം. പക്ഷെ ഞാനത് പറഞ്ഞപ്പോൾ വാപ്പക്ക് കഴിച്ചില്ല. അപ്പൊ സ്നേഹബന്ധം എത്രയാ? അവസാനിപ്പിക്കുകയാണ്. കപ്പിൾസ് മീറ്റ് ഒരു സംഭവമാക്കി മാറ്റണം.
അതുകൊണ്ട് വീടിൽ ഗുണമുണ്ടാവും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വലിയ ഫലം നമ്മുടെ വീടുകളിൽ ഉണ്ടാവും, സന്തോഷമുണ്ടാവും. നമ്മുടെ വീടുകൾ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ പർദീസയായി മാറും. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും അത് അന്ന് നിർബന്ധമായും നമ്മുടെ തൊട്ടടുത്ത NC ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. മാത്രമല്ല അന്ന് തലേന്ന് രാത്രിയൊക്കെ വരുന്ന ആളുകൾക്ക് അന്ന് കുട്ടികൾക്ക് ഇവിടെ ഫ്രീ ലീവ് കൊടുത്തിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച. പിന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ആർക്കൊക്കെ എത്ര ആൾ വന്നാലും ഇവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടാകും. ഇനി കുട്ടികളെ കൊണ്ടുവരരുത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിൽ അന്ന് നിങ്ങൾക്ക് റാഹത്തിലിരുന്ന് കേൾക്കാനാണ്. പക്ഷെ ചില വീടുകളിൽ കുട്ടികളെ നോക്കാൻ ആളില്ല, അവർ നോക്കിയതുപോലെ ആവൂല. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ കൊണ്ടുവന്നു കുട്ടികൾക്ക് ഓടിക്കളിക്കാനും മറ്റൊക്കെയുള്ള സൗകര്യം അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്ത്രീകളെ 2-3 സ്ത്രീകളെ നമ്മൾ കുട്ടികളെ നോക്കാൻ വേണ്ടി വയസ്സായ സ്ത്രീകളെ കമ്മിറ്റി തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങളെ കൂടെ ഒരാളുണ്ടായാൽ നല്ലത്. ഇനി ആളുണ്ടായില്ലെങ്കിലും അവർ മിഠായി മറ്റൊക്കെ കൊടുത്തും ചായ കൊടുത്തും കഞ്ഞി കൊടുത്തും ഒക്കെ കുട്ടികളെ നോക്കാനും കമ്മിറ്റി ആളെ ഏൽപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊരു അനുഭവമാക്കി നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാക്കിയിട്ട് മാറ്റാൻ നമുക്ക് കഴിയണം. വിവാഹം കഴിയാത്തവർക്കും വരാം, വിവാഹപ്രായം എത്തി വിവാഹം കഴിഞ്ഞില്ല അവർക്ക് വരാം. ചെറിയ കുട്ടികളെ പറ്റൂല. വിവാഹപ്രായം എത്തി, ഉദാഹരണം എത്താനായി, ഇപ്പോൾ 17 വയസ്സായി, 18 വയസ്സ് പൂർത്തിയായിട്ടില്ല, 16 ആയി, അവർക്കൊക്കെ വരാം. അതിൻ്റെ അടിയിലേക്ക് പോകരുത്. 16-ന് താഴെയുള്ള പെൺകുട്ടികളാകരുത്. ഒരു 20-ന്റെ മുകളിലുള്ള ആണുങ്ങൾക്ക് വരാം. 20, 21, 22 ഒക്കെ പറ്റും. കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ അടുത്തവൻ കല്യാണം കഴിക്കുമല്ലോ, അവന് അറിയണമല്ലോ. 16-ന്റെ താഴെയുള്ള പെൺകുട്ടികൾ വേണ്ട, 20-ന് താഴെയുള്ള ആൺകുട്ടികളും വേണ്ട. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ പിന്നെ അതിന് വയസ്സും ഇല്ല. എത്ര വയസ്സായാലും ഒരു പക്ഷേ നമുക്ക് ആരോഗ്യവാനാക്കാൻ കഴിയും. നമ്മൾ വീട് സന്തോഷാക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊരു ഇബാദത്താണ്, ഏറ്റവും വലിയ ഇബാദത്താണ്. ഇത് ഏറ്റവും വലിയ ഇബാദത്താണ്. ഈ കമ്മിറ്റിക്കാർ ചെയ്യുന്നതും വലിയ ഇബാദത്താണ്. കാര്യം ഇബാദത്താണ്. ഒരു മനുഷ്യൻ ഏറ്റവും അമലുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണെന്ന് ഒരിക്കൽ സഹാബി മുത്തനബി വിളിച്ചപ്പോൾ എന്താ മുത്തനബി പറഞ്ഞ? സുറൂർ എന്ന് പറഞ്ഞു. ഒരാളെ മനസ്സിലേക്ക് കൊടുക്കുന്ന സന്തോഷം, അതാണ് ഏറ്റവും വലിയ അമൽ. നിസ്കാരമില്ല. ഏറ്റവും വലിയ അമലേതാ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല അമൽ. അതിന് ജീവിയായാലും വേണ്ടി ഒരു ജീവി, ഈ വിഷം നിൽക്കുന്ന സമയത്ത് ഒരു എരുമക്ക്, ഒരു പോത്തിന്, ഒരു പശുവിന്, ആടിന്, ഒരു പൂച്ചക്ക്, ഒരു കാക്കക്ക് എന്തെങ്കിലും ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ അതിന് എന്ത് വരുന്നുണ്ട് അവിടെ? അതാണ് അമൽ, സന്തോഷം. നമ്മളൊരു പുല്ലിൻ്റെ ഒരു കന്നും കൊണ്ട് അങ്ങനെ തൊഴുത്തിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഈ ചില എരുമകളും പശുക്കളൊക്കെ ഉണ്ട്, അങ്ങനെ ആട്ടിക്കും, വാലും ഇല്ലേ? സത്യത്തിൽ എന്താണ് അതിൻ്റെ സന്തോഷം? അതിൻ്റെ യജമാനൻ അതിൻ്റെ അടുത്തേക്ക് ഭക്ഷണം കൊണ്ട് വരുന്നുണ്ട്, ആണോ അല്ലേ? ഒരു സാധാരണ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് നായക്ക് ഭക്ഷണം കൊണ്ട് ചെന്നുമ്പോൾ വാലാട്ടിയിട്ട് ഇങ്ങനെ കിടക്കും, കണ്ടിട്ടില്ലേ? എന്താണത്? സന്തോഷം. ഒരു ജീവിയുടെ മുന്നിൽ ആ ജീവിയുടെ മനസ്സിന് കൊടുക്കുന്ന സന്തോഷത്തെക്കാൾ വലിയ ഇബാദത്തൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് കപ്പിൾസ് മീറ്റ് കഴിഞ്ഞാൽ കുറച്ച് ദമ്പതികളെങ്കിലും പറയുന്നതാണ് എൻ്റെ വിശ്വാസം. അന്ന് മുതൽ മൂപ്പർ കുറച്ചൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഉസ്താദെ. കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നു. ഇൻഷാ അല്ലാഹ് പൂർണ്ണമായി സന്തോഷം വരും ഇൻഷാ അല്ലാഹ്. ഇനി അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് പിന്നെ 2 പോയിന്റുകളേ ഉണ്ടാവുള്ളൂ. വീട്ടിൽ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന, കാഴ്ചപ്പാട് നന്നായാൽ പിന്നെ വീട്ടിലെ സന്തോഷം നശിപ്പിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാൻ 2 സാധനം മാറ്റി വെച്ചിട്ടും ടിപ്സ് 2 മാറ്റി വെക്കുന്നുണ്ട്. പിന്നെയും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ 2 കാരണം ഉണ്ടാവും. അത് എനിക്കറിയാനുണ്ട്. കാരണം അത് പേഴ്സണലി പറയും, അങ്ങനെ ചെയ്താളാണ്. എന്നോട് ചോദിക്കാം, പേഴ്സണലി പറയും, അത് പൊതുവായി പറയില്ല. ഇതൊക്കെ ആയിട്ടും വീട്ടിൽ സന്തോഷമില്ലെങ്കിൽ 2 കാരണം ഉണ്ടാവും. അത് ഞാൻ പേഴ്സണൽ പിന്നെ എന്നെ കണ്ടാണ്ട് ചോദിച്ചാൽ മതി. 50,000 കെട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞാണ്, ഒന്നും തരില്ല. പറഞ്ഞുതരാം, നമ്മളൊക്കെ നന്നായി പോകുക എന്ന് എൻ്റെ ആവശ്യം. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് 50,000 കെട്ട്. ഒരു പൈസയും തരില്ല. ഞാൻ രഹസ്യമായി പറഞ്ഞത് ഇങ്ങനെ ചെയ്താളാണ്, അങ്ങനെ ചെയ്താളാണ്, അപ്പോൾ പ്രശ്നം തീരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊരു മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ ഒക്കെ പരമാവധി ഇതിൽ ഞാൻ പരിഗണിക്കും.
ഇതിൽ തീരാത്ത കാര്യം ഒറ്റക്ക് പറഞ്ഞു തരും. ബാക്കി അലല്ലാഹ്, ബാക്കി അലല്ലാഹ്, ബാക്കി നമുക്കൊന്നുമില്ല. അലല്ലാഹ് റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ. ആ കിതാബ് വാങ്ങിയേക്ക്, ആ കിതാബ് കൈ പിടിച്ചാൽ തന്നെ ഇബാദത്താണ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. ഭർത്താവിൻ്റെ അസുഖം ശിഫയാകാൻ റസിയ കൊടുങ്ങല്ലൂർ 260 രൂപ. അല്ലാഹ് ശിഫ നൽകണമേ അല്ലാഹ്, ശിഫ നൽകണമേ അല്ലാഹ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഹംസ തൊടുപുഴ 251 രൂപ. നീ ഖൈറും റഹ്മത്തും ബർക്കത്തും അവർക്ക് കൊടുക്കണമേ റബ്ബ്. ഒരു സ്ത്രീ 101 രൂപ സംഭാവന. പ്രയാസങ്ങളൊക്കെ നീക്കി ഖൈറും റഹ്മത്തും തുറന്നു കൊടുക്കണമേ റബ്ബേ. ഗൾഫിലൊക്കെ ഉള്ള ദമ്പതികന്മാർ, ഗൾഫിലുള്ള പുരുഷന്മാർ കഴിയുമെങ്കിൽ കപ്പിൾസ് മീറ്റിന് വന്നു പോകണം. എല്ലാവരോടും അപേക്ഷിക്കണം. ഗൾഫിൽ നിന്ന് വന്നാലും നഷ്ടമൊന്നും വരില്ല. എന്ത് കമ്പനിയാണെങ്കിലും നിങ്ങൾ ലീവ് എടുത്ത് വന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അപേക്ഷിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والصحابة سلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.